ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കോഴിക്ക് തീറ്റ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിലൊക്കെ കോഴിക്ക് തീറ്റ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വരുമ്പോൾ അതിൽ ചക്കരമത്തയുടെ തൊണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ചെറുതാക്കി തോനുണ്ടെങ്കിൽ കുറച്ചുള്ളെങ്കിൽ ആടിന് കൊടുക്കും, കൂടുതലുണ്ടെങ്കിൽ ചെറുതാക്കി നുറുക്കിയിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് കോഴികൾക്ക് കൊടുക്കലുണ്ട് കേട്ടോ. അത് അങ്ങനെയാണ് പറമ്പിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മണക്കായിരിക്കും. അത് നല്ല എന്ത് പച്ചക്കറി എന്താണെങ്കിലും പറമ്പിൽ കോഴിക്ക് കൊടുത്താൽ പറമ്പൊക്കെ ഒരു ചീത്ത മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി എടുത്ത് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ വല്ലാതെ ചീഞ്ഞതൊക്കെ അരിഞ്ഞിട്ട് കളയും, പിന്നെ ബാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് വേവിച്ചിട്ടാണ് കോഴിക്ക് കൊടുക്കൽ കേട്ടോ. അപ്പോൾ കോഴികൾക്ക് അത് നല്ല ഇഷ്ടമാണ്. തവിടും ചോറൊക്കെ കൂടി ചേർത്തിട്ടെല്ലാം ഈ പച്ചക്കറി വേവിച്ചോ കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ കോഴിക്ക്. അങ്ങനെ കൊണ്ടിട്ട് കൊടുക്കാതെ വേവിച്ച് കൊടുക്കുമ്പോൾ മണമൊന്നും ഉണ്ടാവില്ല, പറമ്പിലും ഒരു മണം ഉണ്ടാവില്ല, കോഴിക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചക്കരമത്തറ തൊണ്ടും പിന്നെ ചക്കരക്കിഴങ്ങാണ് കേട്ടോ. ചക്കരക്കിഴങ്ങിൻ്റെ ചീഞ്ഞ ഭാഗമൊക്കെ അരിഞ്ഞ് കളഞ്ഞിട്ട് നല്ല ഭാഗം ആണ് വേവിച്ചിട്ട് കോഴിക്ക് കൊടുക്കുക. അത് പിന്നെ അങ്ങനെ ഇട്ടാലും കോഴി തിന്നില്ല, അങ്ങനെ കെടുക്കും കേട്ടോ. പൂളക്കിഴങ്ങ് ചക്കരക്കിഴങ്ങൊക്കെ. അപ്പോൾ ഇത് ചക്കരക്കിഴങ്ങും ചക്കരമത്തറ തൊണ്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായി മുറ്റത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഒരു വട്ടുള്ള പാത്രത്തിൽ വേവിച്ചെടുത്തിട്ടാണ്, നന്നായി വേവിച്ചെടുത്ത് പിന്നെ ചൂടാറിയതിൻ്റെ ശേഷം വേണം അത് നന്നായി ഉടച്ചിട്ട് തവിടൊക്കെ ചേർക്കാനിട്ടാ. പിന്നെ അടുപ്പത്ത് നല്ല തീ ഉണ്ടായിരുന്നപ്പോൾ ഗോതമ്പ് വേവിക്കാൻ വെച്ചതാട്ടാ. അപ്പോൾ പിന്നെ അതവിടെ കിടന്നിട്ട് വെന്തോളും. ചെതിലുള്ള ചകിരിയും വിറകൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് കൊടുത്തിട്ട് അത് വെന്തോളും കേട്ടോ. അങ്ങനെ ഈ ചക്കരക്കിഴങ്ങ് വേവിച്ചത് പിന്നെ നന്നായി ഒരു പഴയ പാത്രം കൊണ്ട് ഉടച്ചെടുത്ത് പിന്നെ മുഴുവൻ ഉടഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച് പിന്നെ അതിൽ തവിട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ കുറേ കഴിഞ്ഞ് ചൂടാറിൻ്റെ ശേഷമാണ് കോഴിക്ക് ഇട്ട് കൊടുത്തത്. അപ്പം ഇത് എല്ലാ കോഴികൾക്കും കൊടുക്കും, കൂട്ടിൽ വെച്ച് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഉറുമ്പ് വരികയും ചെറുതായിട്ട് മധുരമൊക്കെ ഉള്ള കാരണം കൂടിൻ്റെ പുറത്താണ് വെച്ച് കൊടുക്കൽ കേട്ടോ. ഇത് ഞാൻ ഏറെ ഉണ്ടാക്കുക വൈകുന്നേരമാണ്. ഇത് ഉണ്ടാക്കിയിട്ട് രാവിലെയാണ് കോഴികൾക്ക് വെച്ച് കൊടുക്കൽ കേട്ടോ. ഇത് തവിടും ചോറും ഒക്കെ തിന്നണ പോലെ പെട്ടെന്നാണ് തിന്ന് കഴിയില്ല, കുറച്ച് സാവധാനമാണ് തിന്ന് കഴിയുള്ളൂ. അപ്പോൾ രാവിലെ ഇട്ട് കൊടുത്താൽ വൈകുന്നേരം വരെ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ തിന്നോളൂ കേട്ടോ. എല്ലാ കോഴികളും അവർ പുറത്തേക്കൊന്നും എവിടേക്കും പോകില്ല, ഇതിങ്ങനെ തിന്നിട്ടൊക്കെ നടന്നോളൂ. ഏറെ അങ്ങനെയാണ് ചെയ്യൽ കേട്ടോ. രാവിലെ കോഴികളെ വിട്ട പാടുതാണ്ട് 2-3 പാത്രത്തിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ അവർ അപ്പളൊക്കെ ആയിട്ട് വൈകുന്നേരം വരെ തിന്നോളൂ കേട്ടോ. പിന്നെ കൂടുതലും പച്ചക്കറി എന്നെ എല്ലാം ഉണ്ടാവില്ല കേട്ടോ. വേവിക്കുമ്പോൾ തവിട് കുറച്ചേ ഇടലുള്ളൂ. അപ്പോൾ കുറച്ച് ചിലവ് കുറവാണ് കോഴിക്ക്, കോഴിയുടെ വയറ് നിറയും ചെയ്യും, ചിലവും കുറവാണ് കേട്ടോ. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ചെയ്യൽ. പൈസ കൊടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് തീറ്റ മേടിക്കില്ല കേട്ടോ. ഈ ആടിന് കൊണ്ടുവരുന്ന തവിട് തന്നെയാണ് ഇവർക്കും, പ്രത്യേകിച്ചൊരു തീറ്റയൊന്നും മേടിക്കില്ല. കോഴിക്കുട്ടികൾക്കാണ് തീറ്റ മേടിക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.